MLA സ്ഥാനം രാജിവെച്ച PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്താണ്? റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ PV അൻവർ ഞങ്ങളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ അൻവർ, സ്വാഗതം. ശ്രീ അൻവർ, ഞാൻ സ്മൃതി പരുത്തിക്കാട്, എന്നോടൊപ്പം ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. നമസ്കാരം. നമസ്കാരം ശ്രീ PV അൻവർ. ഇപ്പോൾ താങ്കളുടെ വാർത്താ സമ്മേളനം സമാപിച്ചിരിക്കുന്നു. കേരളം വലിയൊരു വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഒന്ന് രണ്ട് പ്രാഥമികമായ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ വാർത്താ സമ്മേളനം ആരംഭിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾ ഇടതുമുന്നണി വിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു സാമൂഹ്യ സംഘടനയ്ക്ക് രൂപം നൽകിയിരുന്നു. അതിൻ്റെ പേര് DMK എന്നായിരുന്നു, ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ആ സംഘടനയുടെ നിലവിലെ സ്ഥിതി എന്താണ്? താങ്കൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരുമ്പോൾ ആ സംഘടന തുടരുമോ അതോ അത് പിരിച്ചുവിടുമോ? DMK ഒരു സോഷ്യൽ സംഘടനയായിട്ടാണ് നമ്മൾ രൂപീകരിച്ചത്. DMK പിരിച്ചുവിടണമോ അതോ ഈ സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് ഈ TMCയുടെ ഒരു സപ്പോർട്ടിങ് സോഷ്യൽ മൂവ്മെൻ്റായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന കാര്യം ഞങ്ങൾ അണ്ടർ ഡിസ്കഷനിലാണ്. ആ ഡിസ്കഷന് ശേഷമേ ധൃതിപ്പെട്ടൊരു തീരുമാനം അതിന് മുകളിലുണ്ടാവില്ല. പൊതുവിലൊന്ന് ആലോചനകൾ നടത്തിയതിന് ശേഷമേ അതിന് മുകളിലൊരു തീരുമാനം ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസിൽ എങ്ങനെയാണോ DMK നിൽക്കുന്നത് അത് ആ സോഷ്യൽ സ്റ്റാറ്റസിൽ ഇപ്പോൾ ഞങ്ങൾ നിലനിർത്തുക എന്നതാണ് തൽക്കാലം ആലോചിച്ചിട്ടുള്ളത്. ശരി, താങ്കൾ തൃണമൂൽ കോൺഗ്രസിൽ ഉടൻ തന്നെ മെമ്പർഷിപ്പ് എടുക്കും എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നോക്കൂ, തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ്. നിശ്ചയമായും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ അവർക്ക് സാന്നിധ്യമുണ്ട്. ആസാമിൽ പ്രത്യേകിച്ച് നല്ല സാന്നിധ്യമാണ്. കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി താങ്കൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ താങ്കൾ UDFിലേക്ക് വരാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, ബംഗാളിൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ ഇല്ലാതാക്കിയ നേതാവും പാർട്ടിയുമാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും. ഇന്നിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ നിൽക്കുന്ന നേതാവ് കൂടിയാണ് മമതാ ബാനർജി. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിന്ന് മാറണമെന്നും പകരം താനാ നേതൃത്വം ഏറ്റെടുക്കാമെന്നും പറയുന്ന ഒരു നേതാവാണ്. കേരളത്തിൽ താങ്കൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പതാകയും ഏന്തി വരുമ്പോൾ കോൺഗ്രസിന് താങ്കളെ അത്ര എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഉണ്ണയുടെ ചോദ്യം തന്നെ തെറ്റാണ്. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിനെ അല്ല തൃണമൂൽ മമതാ ബാനർജി ഇല്ലായ്മ ചെയ്തത്. അവിടെ ഭരിച്ചിരുന്ന ആരാണ്? 35 വർഷം, 3.5 പതിറ്റാണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഭരിച്ചിരുന്നത് CPM ആണ്. ആ CPMനോട് പോരാട്ടം നടത്തിയ ഒരു കോൺഗ്രസ്സുകാരിയായിരുന്നു മമതാ ബാനർജി. ഒരു ഘട്ടം വരുമ്പോൾ ഇവരുടെ പോരാട്ടം, കോൺഗ്രസിൻ്റെ നിലപാടുകൾ CPMനെതിരെ ശക്തമല്ല എന്ന് നിലപാട് സ്വീകരിച്ച് അവർ സ്വയം അവിടുത്തെ പ്രാദേശിക സാഹചര്യവശാൽ തൃണമൂൽ കോൺഗ്രസ് ആയിട്ടാണ് അവർ മാറിയിട്ടുള്ളത്. അവരൊരിക്കലും കോൺഗ്രസിനെ അല്ല, കോൺഗ്രസ് ആ വഴിക്കുണ്ടായിരുന്നില്ല. ഇപ്പോഴും അവിടുത്തെ കുഴപ്പമെന്താ? ഞാൻ ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പം അവരുമായി സംസാരിച്ചപ്പോൾ കോൺഗ്രസുമായി അവർക്കൊരു എതിർപ്പില്ല. അവർ കൃത്യമായി പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർ CPMമായി കൈകോർത്തിട്ടാണ് സംസാരിച്ചത്. CPMമായിട്ടുള്ള ബാന്ധവം പശ്ചിമ ബംഗാളിൽ വിട്ടാൽ ഇക്കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ പോലും സീറ്റ് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ അതിന് അവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പ് തയ്യാറായിരുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ അവിടുത്തെ കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റിനെ ശാസിച്ച ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. അതാണ് അവിടുത്തെ സ്ഥിതി. അവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ദീദിയോട് വ്യക്തിവൈരാഗ്യം നടത്തുന്ന തരത്തിലുള്ള ചില ആളുകൾ ആ പ്രസ്ഥാനത്തിലുണ്ട്. അതിന് ദേശീയ കോൺഗ്രസിന് അനുകൂലമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് CPMമായിട്ടുള്ള ബാന്ധവം വിട്ടുകൊണ്ട് മമതാ ബാനർജിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ AICCയുടെ നിർദ്ദേശം പോലും പാലിക്കാൻ തയ്യാറാകാത്ത PCC ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഉണ്ണിയുടെ ആ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അവിടെ ഇല്ലായ്മ ചെയ്തൊരു അവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മമതയായിരുന്നു, അവിടെ ഇല്ലായ്മ ചെയ്തത് CPMനെയാണ്. അപ്പം അത് തെറ്റായൊരു ചോദ്യമാണ്. അല്ല, അങ്ങനല്ല. അത് അങ്ങയുടെ മനസ്സിലാക്കലൊരു പ്രശ്നമുണ്ട്. അതിനകത്തൊരു തർക്കത്തിന് ഞാനില്ല, അതല്ല നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ട്. പ്രിയരഞ്ജൻ ദാസ് മുൻഷി, പ്രണബ് കുമാർ മുഖർജി, അങ്ങനെയൊക്കെ വളരെ തലയെടുപ്പുള്ള നേതാക്കളുണ്ടായിരുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. എന്ന് മാത്രമല്ല, 1998 മുതൽ 2004 വരെ BJPയുമായി ഐക്യപ്പെട്ടു നിന്നയാളും കേന്ദ്രമന്ത്രിയുമായിരുന്നു മമതാ ബാനർജി. കോൺഗ്രസുമായി ഒരു സഖ്യത്തിനും അവർ ദേശീയ തലത്തിൽ പോലും അക്കാലത്ത് തയ്യാറായിരുന്നില്ല. കോൺഗ്രസിനെ തന്നെ എതിർത്തുകൊണ്ടും
കോൺഗ്രസിൻ്റെ അനുയായികളെ ഒപ്പം കൂട്ടിക്കൊണ്ടുമാണ് CPM അവിടെ അദ്ദേഹം മമതാ ബാനർജി പരാജയപ്പെടുത്തത്. CPM തകർത്ത പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന കാര്യത്തിനൊന്നും സംശയമില്ല. പക്ഷേ അതിൻ്റെ മറുവശത്ത് കോൺഗ്രസിനെ അവിടെ നിശേഷമാക്കുക കൂടി ചെയ്തിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ്. പോകട്ടെ, നമുക്കറിയാമല്ലോ ADMKക്ക് കേരളത്തിൽ യൂണിറ്റ് ഉണ്ട്, ശിവസേനയ്ക്കുണ്ട് കേരളത്തിൽ യൂണിറ്റ്. ശിവസേന രൂപപ്പെട്ടത് തന്നെ ആൻറ്റി മലയാളി ആൻറ്റി മദ്രാസി ഓർഗനൈസേഷൻ എന്ന നിലയ്ക്കാണ്. അങ്ങനെ ADMK, DMK, ശിവസേന തുടങ്ങിയിട്ടുള്ള പാർട്ടികൾക്കൊക്കെ കേരളത്തിൽ യൂണിറ്റ് ഉണ്ട്. താങ്കളിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്നൊരു ബംഗാളി പാർട്ടിയുമായിട്ടാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആലോചിക്കുന്നത്. കേരളീയർ അത് എത്രമാത്രം സ്വീകരിക്കും? ഞാൻ ഉയർത്തുന്ന പാർട്ടിയുടെ മുദ്രാവാക്യത്തിലാണ് കേരളീയ ജനതയിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്കറിയാം ബംഗാളിലുണ്ടായിരുന്ന സാഹചര്യം. അവിടെ OBCയെയും ദളിതുകളെയും SC/STയെയും പരിപൂർണമായി സംരക്ഷിച്ചുകൊണ്ടും അവരുടെ ജീവിത നിലവാരം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 15 വർഷമായിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ പറയുന്ന BJPക്കോ കേന്ദ്ര ഭരണകൂടത്തിനോ അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മാത്രമല്ല, ആ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ കേന്ദ്രമെടുത്ത നിലപാടുകളെ വെല്ലുവിളിച്ചൊരു സ്ത്രീയാണ് അവർ. അവരുടെ സംബന്ധിച്ച് രാഷ്ട്രീയമായ അവരെ കാഴ്ചപ്പാടുകളോടൊപ്പം പൊതുസമൂഹത്തെ പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗത്തെ കൂടെ നിർത്തുന്നതോടൊപ്പം കൃത്യമായ പോരാട്ടം അവർ നടത്തി മുന്നേറുകയാണ് കേന്ദ്രത്തിനെതിരെ. RSSനെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അവർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അവിടെ വന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച കോൺഗ്രസ് TMCയുടെ നേതാക്കളെ, മന്ത്രിമാരെ, അതിനെ അവർ തടയിട്ട് EDയുടെ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ, അതിന് ധൈര്യം കാണിച്ച രാഷ്ട്രീയ പിൻബലമുള്ള ഒരു ഉരുക്കു വനിതയാണ്. ശരി, ശ്രീ PV അൻവർ, ഏറ്റവും ഒടുവിൽ എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന രൂപത്തിൽ അതിനെ വിവക്ഷിക്കാനാകും. അതാകും കുറച്ചുകൂടി താങ്കളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് യോജിക്കുക. അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായി താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. ആ ഒരു പ്രഖ്യാപനം അല്പം മുമ്പ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതാണല്ലോ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പ്രസ് റിലീസ്. ഇനി താങ്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, UDFന് നിരുപാധിക പിന്തുണയാണ് താങ്കൾ പറഞ്ഞത്. നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്നുള്ളത് UDFനെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്വാസമാകുന്ന ഒരു കാര്യമാണ്. താങ്കൾ പറയുന്നു താങ്കൾ ഇപ്പോൾ മത്സരിക്കാനില്ല എന്ന്. പക്ഷേ താങ്കൾ അതിനുശേഷം പറഞ്ഞ കാര്യം, അവിടെ ഒരു സ്ഥാനാർത്ഥി ആരാകണം, UDFന്റെ സ്ഥാനാർത്ഥിയായി വരേണ്ടത് VS ജോയ് ആണ് എന്ന് താങ്കളുടെ വാക്ക് പറയുകയാണെങ്കിൽ റിക്വസ്റ്റ് ഡിമാൻഡ് എന്ന വാക്കാണ് താങ്കൾ പ്രയോഗിച്ചത്. അപ്പോൾ VS ജോയ് മത്സരിക്കണം, ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ ആ പിന്തുണയില്ല എന്നും പറയുന്നു. അപ്പോൾ അവിടെയുള്ള കോൺഗ്രസിലെ വിഭാഗീയതയിൽ ഓരം ചേർന്ന് അതിൽ ഒരു പ്രധാന ഘടകമായി താങ്കൾ പ്രവർത്തിക്കാൻ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് എത്രത്തോളം കോൺഗ്രസ് ഉൾക്കൊള്ളും? ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് നിശ്ചയിക്കാൻ PV അൻവറോ എന്ന ചോദ്യം കൂടി ഒരുപക്ഷേ കോൺഗ്രസിൽ നിന്ന് ഉയരില്ലേ ശ്രീ അൻവർ? അല്ല, അതിൽ ഞാൻ റിക്വസ്റ്റ് ഡിമാൻഡാണ്. ഇറ്റ്സ് എ റിക്വസ്റ്റ് ഓൺലി. അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. അത് കോൺഗ്രസിന് തീരുമാനിക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ജോയിയെ സജസ്റ്റ് ചെയ്തത്? ജോയി ആ നിയോജക മണ്ഡലക്കാരനാണ്, ഒരു മലയോര കർഷകനാണ്, ഇത്തരം വിഷയങ്ങളിൽ നേരിട്ട് അനുഭവസ്ഥനാണ്. മാത്രമല്ല, ഈ മലയോര മേഖലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയോര മേഖലയിൽ ജീവിക്കുന്നത് ഈ പറയുന്ന ഭൂരിപക്ഷവും കർഷകർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ കൃഷിയെ പഠിപ്പിച്ചത് ഇവിടുത്തെ കർഷക സമൂഹമാണ്. കൃഷി എങ്ങനെയാണ് ലാഭകരമാക്കുക, ഏതാണ് ബുദ്ധിപൂർവ്വം പ്രയോഗിക്കേണ്ട കാർഷിക രീതികൾ എന്ന് ഈ കേരളീയ സമൂഹത്തെ പഠിപ്പിച്ച് കാർഷിക മേഖലയ്ക്കൊരു ഉണർവുണ്ടാക്കി ഇന്നും ആ മലയോര മേഖലയിൽ ഈ പറയുന്ന വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടിയിട്ട് പിടിച്ചു നിർത്താൻ ഒരു വലിയ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമുദായം. ശരി, താങ്കൾ അത് വളരെ വിശദമായി തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ശ്രീ അൻവർ, VS ജോയ് എന്ന പേര് എന്തുകൊണ്ട് എന്നുള്ളതാണ്. താങ്കൾക്ക് ഒരു കാലം വരെ VS ജോയ് എന്നുള്ള കിൻഡർ ജോയ് എന്നാണ് താങ്കൾ പരിഹസത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ എപ്പോഴാണ് താങ്കളോട് കൃത്യമായി സംസാരിക്കുകയും താങ്കളുമായിട്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും താങ്കളിൽ നിന്ന് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യുന്ന രൂപത്തിൽ ആ സൗഹൃദം രൂപപ്പെട്ടത്? കഴിഞ്ഞൊരു 1.5 വർഷമായിട്ടുണ്ടാവും. കഴിഞ്ഞ 1.5 വർഷമായിട്ടുണ്ട്. ആ സൗഹൃദം മാത്രമല്ല, ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. ജോയി അനിമൽ അറ്റാക്കിൻ്റെ ഒരു ഇരയാണ്, ആ കുടുംബത്തിലാണ്, ആ വീട്ടിൽ അറ്റാക്കുണ്ട്, ഒരു ചുറ്റുപാടുമുണ്ട്. ആ നിലക്ക് സ്വാഭാവികമായിട്ടും ഈ രണ്ട് കാര്യങ്ങളും
ക്രൈസ്തവ സമുദായത്തിന് ആ വിഷയത്തിൽ മുൻഗണന കൊടുക്കണം എന്നത് എൻ്റെ ഒരു വിഷയം തന്നെയാണ്. കാരണം അവർ തന്നെയാണ് ഇത് അനുഭവിക്കുന്നത്. അവരിൽ നിന്ന് തന്നെ ഒരാൾ ഉയർന്നു വരണം എന്നത് എൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ്. അത് ഏത് നിലക്ക് കേരളീയ സമൂഹം എടുത്താലും ക്രൈസ്തവ സമൂഹവുമായിട്ടുള്ള എൻ്റെ ബന്ധം, ആ മേഖലയിലുള്ള ബന്ധം, അവിടുത്തെ ബിഷപ്പുമാർ, സാധാരണ പ്രവർത്തകർ, നമ്മളിത് അനുഭവിക്കുക. അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നൊരു അരക്ഷിത ബോധം, ഒരു വിഷമം, ഒരു വേദന അവർ പങ്കുവെക്കുന്നുണ്ട്. ശരി, അപ്പോൾ VS ജോയ് അല്ല എങ്കിൽ അതിൽ കൂടി ഒരു വ്യക്തത വരുത്താമോ ശ്രീ PV അൻവർ? താങ്കളുടേത് റിക്വസ്റ്റ് ഡിമാൻഡ് ആണെന്ന് പറയുമ്പോൾ ആര്യടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ താങ്കൾ ഒരു നിലപാട് പറയുന്നു. അതല്ല, ഈ രണ്ടു പേരുമല്ല മറ്റു പേര് കോൺഗ്രസ് നിശ്ചയിക്കുകയാണെങ്കിൽ അപ്പോഴും ഈ നിരുപാധിക പിന്തുണയുണ്ടോ? തീർച്ചയായിട്ടും പിന്തുണ അങ്ങനെ തന്നെയാണ്, അതിലൊരു തർക്കമില്ല. അത് ഇനി തീരുമാനിക്കേണ്ട UDF ലീഡർഷിപ്പാണ്. അത് കോൺഗ്രസ് കാൻഡിഡേറ്റ് എന്ന നിലക്ക് അതിൽ പ്രിഫറൻസ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനുണ്ടാവും. ഒരു പ്രാദേശിക മണ്ഡലം നിലമ്പൂർ, മലപ്പുറം ആയതുകൊണ്ട് ലീഗിന് ഒരു പക്ഷേ അതിൽ സേ ഉണ്ടായിരിക്കാം. അത് UDF ആണ് ഇനി തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് എൻ്റെ നിലപാടുകളും എൻ്റെ ആഗ്രഹവും അവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും മലയോര മേഖലയിലെ വിഷയങ്ങളുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കൺസിഡർ ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ട UDF ആണ്. UDFന്റെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കും, അതിൽ തർക്കമൊന്നുമില്ല. ഇന്നിപ്പോൾ താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശനെതിരെ താങ്കൾ ഉന്നയിച്ച ആരോപണത്തിൻ്റെ സാഹചര്യം താങ്കൾ ജനങ്ങളോട് പറഞ്ഞു, അതുവഴി VD സതീശനെയും അക്കാര്യം അറിയിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ UDFന്റെ ചെയർമാനാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് VD സതീശൻ. അങ്ങയോട് കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശൻ എടുത്തിരുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് UDFന്റെ വാതിൽ ആർക്കു മുന്നിലും അടച്ചിട്ടുമില്ല, തുറന്നിട്ടുമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ബ്ലോക്കായി താങ്കളുടെ ഈ UDF പ്രവേശനത്തിന് ഒരു ബ്ലോക്കായി അവസാനം നിന്നത് VD സതീശനായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കുന്നതിനാണോ താങ്കൾ ഇന്ന് ചില കാര്യങ്ങൾ ഏറ്റുപറഞ്ഞത്? ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇതിന് മുമ്പും അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളതാണ്. ഈ വിഷയം അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പബ്ലിക്കിൽ പൊതുസമൂഹത്തോട് പറയണമെന്ന് എനിക്ക് എൻ്റെ മനസാക്ഷി കുത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വിഷയം തീർന്നു പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോയി സ്വകാര്യത്തിൽ മാപ്പി ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അതെൻ്റെ ഒന്നാം ഘട്ടമാണ്. അത് ആൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസാക്ഷിയാണ് എന്നോട് പറഞ്ഞത്. കാരണം അദ്ദേഹത്തെ ഈ പൊതുസമൂഹത്തിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അത് എൻ്റെ ഒരു മോറൽ കമ്മിറ്റ്മെൻ്റാണ്. ആ ഒരു മോറൽ കമ്മിറ്റ്മെൻറ്റ് എന്ന നിലക്ക് തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് റിക്വസ്റ്റ് ചെയ്യാലോ, അൻവർ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഈ കാര്യങ്ങൾ അറിയുള്ളൂ, അത് നിങ്ങൾ പുറത്ത് പബ്ലിക്കായി പറയണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതെന്താ അദ്ദേഹത്തിൻ്റെ മാന്യതയാണ്. അപ്പോൾ അദ്ദേഹം ഒരു മാന്യത കാണിക്കുമ്പോൾ ഞാനും തിരിച്ചു മാന്യത കാണിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു മാന്യത കൂടി അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞയാളാണ് താങ്കൾ. അതിലും മാപ്പ് പറയണമെന്ന് ബൽറാമിനെ പോലുള്ള ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അത്തരം അഭിപ്രായങ്ങളെയല്ല കാണുന്നത്. VD സതീശനോട് പറയുന്ന ഒരു മാപ്പ്, അതിൻ്റെ ഒരു മോറൽ പ്രശ്നം താങ്കൾ അനുഭവിച്ചിട്ട് താങ്കൾ പറഞ്ഞു എന്ന് പറയുന്നു. നന്ന് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ എന്താ തീരുമാനം? ഉണ്ണി ഇതൊന്നും അറിയാതെ പോവാ. ഞാൻ സത്യത്തിൽ ഉണ്ണി എല്ലാ കാര്യങ്ങളും കൃത്യമായി വാച്ച് ചെയ്യുന്ന, അസസ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ധാരണയില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഉണ്ണിക്ക് ചില കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഞാൻ വൈകുന്നേരമാണ് മണ്ണാർക്കാട് വെച്ചിട്ട് രാത്രിയിലാണ് ഈ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത്. പിറ്റേന്ന് രാവിലെ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടറായിരുന്ന മനോമി, കോഴിക്കോട്ടുകാരി, നമ്മളെ മോഹൻ മാഷിന്റെ മരുമകള്, അവരെൻ്റെ സനിയോ അവരുടെ ഇൻ്റർവ്യൂ നിങ്ങളൊന്ന് ഇപ്പം എടുത്ത് നോക്കിയാൽ മതി. ആ ഡേറ്റ് നോക്കിയിട്ട് പിറ്റേ ദിവസം അന്ന് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞതാണ്, ഞാൻ ബയോളജിക്കൽ DNA അല്ല, ദയവായി നിങ്ങൾ ആരും അത് അങ്ങനെ ആക്കരുത്. ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് പൊളിറ്റിക്കൽ DNA ആണ്, അതുകൊണ്ട് അതിനെ വളച്ചൊടിക്കരുത് എന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഉണ്ണിയെ കാണാതെ പോയതാ. അല്ല പൊളിറ്റിക്കൽ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങളിനകത്തുള്ള നിലപാടായി ചോദിക്കുന്നതേ. ബയോളജിക്കൽ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പറഞ്ഞു എന്നാണല്ലോ, അതാരും അംഗീകരിക്കത്തില്ലല്ലോ. താങ്കളെപ്പോലൊരു പൊതുപ്രവർത്തനം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. പൊളിറ്റിക്കൽ DNA രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണം, രാഷ്ട്രീയ DNA പരിശോധിക്കണം എന്ന് പറയുമ്പോൾ സമൂഹത്തിനകത്തൊരു ആശയക്കുഴപ്പം അപ്പോഴും നിലനിൽക്കുകയാണെന്നേ. അതാ പ്രശ്നം. അല്ല അത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഇന്നും പറഞ്ഞു ഉണ്ണിയെ പ്രസ് കോൺഫറൻസ് മുഴുവൻ കേൾക്കാത്തതുകൊണ്ടാണ്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും അതിൽ വിഷമമുണ്ടെങ്കിൽ അവരോടും നമ്മൾ ക്ഷമ ചോദിച്ചിട്ടുണ്ട്.
അതിലൊന്നും ഒരു ഒളിയും മറയില്ല. ശരി, ആ ക്ഷമ ചോദിക്കലിനൊപ്പം പ്രശ്നമില്ല. ശരി, ശ്രീ പി വി അൻവർ, ആ ക്ഷമ ചോദിക്കലിനൊപ്പം താങ്കൾ ഇന്ന് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ ആരോപണത്തിന് പിന്നിൽ പി ശശിയാണ് തന്നെ കൊണ്ട് പറയിച്ചതാണ് എന്ന് പറയുമ്പോൾ താങ്കൾ അത് ഇന്ന് നടത്തിയൊരു വെളിപ്പെടുത്തലാണ്. അപ്പോൾ പല കാര്യങ്ങളിലായി താങ്കൾ പി ശശിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർത്തുന്നുണ്ട്. ഇതിൽ വി ഡി സതീശനെതിരെ ഒരു ആരോപണവുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തണമെന്ന് പി ശശി നിർദ്ദേശിക്കുകയായിരുന്നു. അതൊന്ന് വിശദീകരിക്കാമോ? എന്താണ് പി ശശി ഇക്കാര്യത്തിൽ താങ്കളോട് പറഞ്ഞത്? അല്ല, അദ്ദേഹം നിയമസഭാ സമ്മേളനം നടക്കുന്നത് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ മുന്നത്തെയോ അതിൻ്റെ മുന്നത്തെയോ സെഷനിലാണ് എന്നെ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. നിരന്തരമായിട്ട് ഇത് സി എമ്മിനെതിരെ ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ സഭക്കകത്തും പുറത്തും പോവുകയാണ്. ഇങ്ങനെ വലിയ ഒരു എന്താ പറയുക ഇടപാട് നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ സഭയിൽ ഉന്നയിക്കണം. ആ പറഞ്ഞ സെഷന് പെട്ടെന്ന് തീർന്നു പോയി. അതുകൊണ്ട് ആ സഭയിൽ അന്നത് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നീട് വന്ന സഭയിലാണ് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് തന്നു. അവർ സ്പീക്കറുടെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങി, സ്പീക്കർക്ക് എഴുതി കൊടുത്തു. ആ എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള അനുമതി എനിക്ക് ലഭിച്ചു. ഇവർ പറഞ്ഞു തന്ന, ശശി പറഞ്ഞ് എഴുതി തന്ന വിശദമായ വിവരങ്ങൾ അന്ന് എനിക്കും അങ്ങനെ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഈ പറഞ്ഞതിലൊരു വസ്തുതയുണ്ടോ എന്ന് ഉള്ളൊരു ബോധ്യത്തിൽ കൂടിയാണ്. കാരണം അങ്ങനെയാണ് എൻ്റെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞത്. ആ ബോധിപ്പിച്ച കാര്യങ്ങൾ പാർട്ടി എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം, ശശി ഏൽപ്പിക്കുമ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണല്ലോ. ആ ഉത്തരവാദിത്തം നിറവേറ്റി എന്നതാണ് ഞാനതിൽ ചെയ്തത്. ഈ 2 തവണ താങ്കൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഒന്ന്, താങ്കൾ ഈ പറഞ്ഞ കണക്ക് വി ഡി സതീശനെതിരായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ നിയമസഭയിൽ വി ഡി സതീശനെതിരായിട്ടൊരു ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ ആദ്യം വഞ്ചിക്കപ്പെടുന്നു. രണ്ടാമതൊരു വഞ്ചന എന്ന് പറയുന്നത് പിണറായിക്കെതിരായിട്ട് സംസാരിക്കണം എന്ന് അങ്ങയോട് ഉന്നത ശ്രേണിയിലുള്ള നേതാക്കൾ തന്നെ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ അതും ചെയ്യുന്നു. ഈ വാടകയ്ക്ക് നാവ് കൊടുക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ വളരെ മോശമല്ലേ ശ്രീ പി വി അൻവർ? ഇത് ഉണ്ണി, നിങ്ങൾ പ്രസ് കോൺഫറൻസ് കേട്ടില്ല. നിങ്ങളൊന്നും കേൾക്കാതെ പറയുന്നത്. നിങ്ങൾ ആദ്യം പറഞ്ഞത് കറക്റ്റാണ്. രണ്ടാമത് പറഞ്ഞത് ഞാൻ ഈ പറയുന്ന മറുനാടൻ മലയാളിയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തെ ഈ രാജ്യദ്രോഹ കുറ്റം വയർലെസ് അടക്കം ചോർത്തി പ്രക്ഷേപണം ചെയ്തൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2066 പ്രകാരം കേസെടുക്കണമെന്ന ലീഗൽ ഒപ്പീനിയൻ കിട്ടിയിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു FIR ഇടാൻ കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത ഒരു ഘട്ടം വരികയാണ്. ആ ഘട്ടം എന്ന് പറയുന്നത് ഒരു 4-5 മാസത്തെ പോരാട്ടത്തിന് ശേഷമാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പി ശശിയും അജിത് കുമാറും തമ്മിൽ ഞാൻ തെറ്റുന്നത്. ഇത്ര വലിയ ഒരു രാജ്യദ്രോഹിയായ ഒരു യൂട്യൂബറെ ഇവരെന്തിനാണ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. അത്തരത്തിലുള്ള ഒരു രാജ്യദ്രോഹിയെ സംരക്ഷിക്കാനുള്ള മാനസികാവസ്ഥയും നിലപാടും ഇവർക്കുണ്ടെങ്കിൽ ഇവരതിലും വലിയ കള്ളന്മാരാണല്ലോ എന്ന തോന്നലാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു കേട്ട് ഇപ്പോൾ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കേട്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ സ്വർണ്ണക്കള്ളക്കടത്തും അല്ലാത്തതും റിദാൻ ബാസിൽ കേസും അതുപോലെ തന്നെ മാമി തിരോധനവും ഒക്കെ പല ഭാഗത്തും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അതിൻ്റെ പിന്നാലെ പോയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ നിലപാട് അവരിൽ കണ്ടപ്പോൾ ഞാൻ പിന്നീട് അതിൻ്റെ പിന്നിൽ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് എനിക്ക് ബോധ്യപ്പെടുകയും ചില തെളിവുകൾ കിട്ടുകയും ചെയ്യുമ്പോൾ ആ വിവരങ്ങളാണ് ഞാൻ പാർട്ടി ലീഡർഷിപ്പിനോട് ബോധ്യപ്പെടുത്തുന്നത്. ആ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അവർക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാണ് പറയുന്നത്, ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊരു സ്വതന്ത്ര MLA ആണ്, ഈ വിഷയം സീരിയസ് ആണ്. കാരണം പോലീസിൻ്റെ ഈ നടപടികൾ, പോലീസിൽ പാർട്ടിക്ക് ഇടപെടാനേ കഴിയുന്നില്ല. AKG സെൻറ്ററിൽ നിന്ന് ADGP പോയിട്ട് ഒരു IPSകാരനെ വിളിക്കാനുള്ള ശേഷി പോലും പാർട്ടിക്ക് ഇല്ലാണ്ടായി. പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിമാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാതായി. അവിടെ ചെല്ലുമ്പോൾ 2 അടി അധികം കിട്ടുന്നു എന്ന് DYFIക്കാർ പരാതി പറയുന്ന കാലമായിരുന്നു കേരളത്തിൽ. ആ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു, ഈ ഒരു നിലപാട് ഇവർ 2 പേരും അവിടെ ഇരുന്നാൽ അൻവറെ പാർട്ടി ഉണ്ടാവില്ല, ഞങ്ങൾക്കത് പറയാൻ പരിമിതിയുണ്ട്, നിങ്ങൾ ഈ വിഷയങ്ങൾ പറയും, പാർട്ടി അത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതികൾ ഉന്നയിക്കുന്നത്. ഇത് രണ്ടാണ് ഉണ്ണി. അതുകൊണ്ട് ദയവായി ആ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ. ശരി, ശ്രീ പി വി അൻവർ, താങ്കൾ പിണറായിസത്തിനെതിരായ പോരാട്ടം എന്ന് താങ്കൾ ആവർത്തിച്ച്
പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോരാട്ടം തുടർച്ചയായി നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ അത് സർക്കാരിനെതിരെ, പോലീസിനെതിരെ, പി ശശിക്കെതിരെ ഒക്കെ ആയിരുന്നു. പക്ഷേ ചേലക്കരയിൽ നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി എന്നുള്ളത് കോൺഗ്രസിൽ നിന്നും വന്ന സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പോയിലർ എഫക്റ്റാണ് ഉണ്ടായത്. അത് കോൺഗ്രസിനാണ് അവിടെ നഷ്ടം സംഭവിച്ചത്. അതപ്പോൾ ഒരു പിഴവായിരുന്നു എന്നൊരു തോന്നൽ ഈ ഘട്ടത്തിൽ താങ്കൾക്കുണ്ടോ? ഒരുപക്ഷെ UDF ഇപ്പോഴും താങ്കളുടെ കാര്യത്തിൽ ഒരു ആലോചന നടത്തുന്നത് ഈ നടപടി ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടായി ആകാനുള്ള സാധ്യതയില്ലേ? ഇല്ല, അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ അവിടെ ഏകദേശം 33 വണ്ടികൾ, അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ, റെക്കോർഡഡ് അനൗൺസ്മെൻ്റ് ഉള്ള കൃത്യമായ അലങ്കരിക്കപ്പെട്ട വോട്ടഭ്യർത്ഥിക്കുന്ന ബാനറുകളില്ല 33 വണ്ടികളാണ് ആ നിയോജക മണ്ഡലത്തിൽ. ഏകദേശം 25ഓളം ദിവസം മുക്കിലും മൂലയിലും അവിടെ ചെന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകളിലൂടെ ഈ അനൗൺസ്മെൻറ്റ് മുഴുവൻ പിണറായി സത്തിനെതിരായിരുന്നു. ആ പോരാട്ടമാണ് സത്യത്തിൽ വലിയ ഒരു ശതമാനം 39,600 വോട്ട് ഭൂരിപക്ഷമുണ്ടായിരുന്ന CPM സ്ഥാനാർത്ഥിക്ക് ഏകദേശം 3 കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 12,000-ലേക്ക് എത്തിയതിൻ്റെ കാരണം ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ പ്രചരണവുമായിരുന്നു എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ വോട്ട് സ്വാഭാവികമായിട്ടും പിണറായി സത്തിനെതിരെ ഒന്നുമില്ലാതെ അവിടെ പോയി പറയാൻ പറ്റുമോ? അപ്പം നമ്മളതൊരു സീരിയസ് ആയിട്ടുള്ള സോഷ്യൽ സൊസൈറ്റിയുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്ത കാര്യമാണ്. പക്ഷെ താങ്കൾക്ക് ഒരു CPM വിമതനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു താങ്കളുടെ ബലഹീനതയായി മാറിയില്ലേ? കാരണം താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് CPM-നകത്തു നിന്നും താങ്കൾ ഈ പറയുന്ന താങ്കൾക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുന്ന ഒരു പേര് അവിടെ ഒരു സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാൻ കിട്ടിയില്ല എന്നുള്ളത് താങ്കൾക്ക് ഉള്ള ബുദ്ധിമുട്ടായി മാറിയില്ലേ? അല്ല സ്മൃതി, വളരെ വാസ്തവമാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ അങ്ങേയറ്റം പരിശ്രമം നടത്തിയത് അതിന് തന്നെയായിരുന്നു. CPM-ൽ നിന്ന് അവിടെ ഒരു കാൻഡിഡേറ്റായി നിർത്താൻ പറ്റുന്ന ഒരു ഒന്നാമത്തെ വിഷയം അത് SC റിസർവേഷൻ കാൻഡിഡേറ്റാണ്. നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും ആഗ്രഹമുള്ള പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾക്കും അതിന് ധൈര്യം വന്നില്ല. നിങ്ങൾക്കറിയാലോ അവിടുത്തെ കേരളത്തിലെ ആ സാഹചര്യം, അവരുടെ നിസ്സഹായാവസ്ഥയും. ആ ഒരു ഘട്ടത്തിലാണ് എൻ്റെ പഴയ സുഹൃത്തെന്ന നിലക്ക് AICC മെമ്പറായിരുന്ന സുധീറിനെ ഞാൻ സംസാരിക്കുന്നതും അദ്ദേഹം തയ്യാറാകുന്നതും. അതായിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ രീതിയിലുള്ള CPM-ൻ്റെ ഒരു റിബൽ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടെ ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷെ അതിന് സാധിച്ചില്ല. അതാണ് വസ്തുത. 2 കാര്യങ്ങളാണല്ലോ ശ്രീ PV അൻവർ താങ്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നത്. ഒന്ന്, താങ്കൾ ഇനി പോരാടാൻ പോകുന്നത് 2 വിഷയങ്ങളുടെ മുകളിലാണ്. അതിൽ പ്രധാനമായും താങ്കൾ പറയുന്നത് ഈ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹം വനമേഖലയിൽ താമസിക്കുന്ന, മലയോര മേഖലയിൽ താമസിക്കുന്ന മനുഷ്യർ നേരിടുന്ന പ്രശ്നമാണ്. അത് താങ്കളുടെ രാഷ്ട്രീയമാണ്. മറ്റൊന്ന്, താങ്കൾ പറയുന്നത് പിണറായിസത്തിനെതിരായിട്ട് താങ്കൾ പോരാടുന്നു എന്നാണ്. താങ്കൾ അതൊന്ന് വിശദീകരിക്കണം. പിണറായിസം എന്ന വാക്ക് വളരെ പ്രധാനമാണ് കേരളത്തിൽ താങ്കൾ ഉന്നയിക്കുന്നത്. എന്താണ് പിണറായിസം എന്ന വാക്കുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതിൽ ആദ്യം തന്നെ ഞാൻ ഉണ്ണി പറഞ്ഞത് ഞാൻ ഉണ്ണിയെ തിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ മലയോര മേഖലയിലെ ക്രൈസ്തവ സമൂഹവുമായിട്ടും മലയോര കർഷകരുമായിട്ടുള്ള എൻ്റെ ഇന്നത്തെ ഈ നിലപാട് എൻ്റെ രാഷ്ട്രീയം ഒരിക്കലുമല്ല. ഈ നിലപാട് ഞാൻ ഇന്ന് തുടങ്ങിയതല്ല. ഈ 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയിൽ ഒരു MLA എന്ന നിലക്ക് 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞ് റിട്ട് പെറ്റീഷൻ നൽകിയ വ്യക്തിയാണ് ഞാൻ. 3 തവണ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് കേട്ടതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ പരിമിതികളുണ്ട്, ഇത് പാർലമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ വലിയ ഗ്രീവിയൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ, നമുക്കറിയാം അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ വലിയ ഫോറസ്റ്റ് രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ ഒരുപാട് എനിമൽസ് ഉണ്ട്. ഇവരെയൊക്കെ എല്ലാ വർഷവും ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട്, കൊന്നുകളയുന്നുണ്ട്. താങ്കൾ എന്നെ തിരുത്തുന്നതിനകത്തൊന്നും പ്രശ്നമില്ല.
താങ്കളൊന്ന് പറയുന്നത് കേൾക്കൂ. ഇപ്പൊ താങ്കൾ മുന്നോട്ട് വെക്കുന്ന, മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഇന്നിപ്പോൾ രാവിലെ പി വി അൻവർ വാർത്താ സമ്മേളനത്തിലൂടെ ആ രാഷ്ട്രീയം പ്രഖ്യാപിച്ചു എന്നൊരു അർത്ഥമേ ഇല്ല. താങ്കൾ നേരത്തെയും ആ കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയുന്ന ഒരാളാണ് ഞാൻ. അത് പ്രശ്നമല്ല. അത് കഴിഞ്ഞു. അതിന് മുമ്പ് അതിനുശേഷം ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഈ പിണറായിസം എന്ന് പറയുന്നത് എന്താണ്? പിണറായിസം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പിണറായിസം എന്ന് പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പാണ്, അമിതാധികാര പ്രയോഗമാണ്. അധികാരം തലക്ക് പിടിച്ചിട്ട് ഒരു പാർട്ടിയെപ്പോലും മറന്ന് പൊതുസമൂഹത്തെ പറന്ന് നീങ്ങുകയാണ്. പൊതുസമൂഹത്തിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയുന്നത് തനിക്ക് ചുറ്റുമുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും സമ്പാദിക്കുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒരു സമുദായത്തെ പരിപൂർണമായും അടിച്ചിരുത്തുകയാണ്. ഇവിടുന്ന് പ്രസ്താവനകൾ നടത്തിയിട്ട് മതിയാവാഞ്ഞിട്ട് ഡൽഹിയിൽ പോയിട്ട് ഒരു ദേശീയ ഇംഗ്ലീഷ് പത്രത്തെ വിളിച്ചു വരുത്തി അവരോട് വിസ്തരിക്കുകയാണ് മലപ്പുറം ക്രിമിനലുകളാണ്, ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ളത് മലപ്പുറത്താണ്, ഈ സ്വർണ്ണ തട്ടിപ്പ് നടക്കുന്നത് മലപ്പുറത്താണ്. അതാണ് അതിൻ്റെ മറ്റൊരു ഭാഗം. അങ്ങനെ സോഷ്യലായും പൊളിറ്റിക്കലായും ഒരാളെയും അധികാരത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയാത്ത വിധം. ഇപ്പോൾ നിങ്ങൾ മന്ത്രിസഭ തന്നെ എടുത്തു നോക്കൂ. പിണറായി ഞാൻ വിസ്തരിക്കാം. 10-21 മന്ത്രിമാരുണ്ടല്ലോ. ഇവരാരെങ്കിലും ഈ ഒരു ഫയൽ കാണാറുണ്ടോ? ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ മന്ത്രിസഭയിൽ? ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും തെളിവായിട്ട് പറയാം, വെറുതെ പറയല്ല, അതിൽ തെളിവായിട്ട് പറയാം. ഇപ്പോൾ ഈ 2025 ഇപ്പോൾ ഈ നടക്കുന്ന സെഷനിൽ വരാൻ പോകുന്ന സംസ്ഥാന അനിമൽ ഫോറസ്റ്റ് ആക്ടിൻ്റെ ഒരു അമെൻമെൻറ്റ് കരടായിട്ട് ഈ പറയുന്ന മന്ത്രിസഭയിൽ വന്നാണല്ലോ. അതിനാരാ പെർമിഷൻ കൊടുത്തത്? എല്ലാ മന്ത്രിമാരും ഒപ്പിട്ടില്ലേ? റോഷി അഗസ്റ്റിൻ അവിടെ ഇരിക്കുന്നില്ലേ? റോഷി അഗസ്റ്റിൻ ഇരിക്കുന്നുണ്ടല്ലോ. റോഷി അഗസ്റ്റിൻ അത് വായിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നെങ്കിൽ ആ മന്ത്രിസഭയിൽ റോഷി അത് പറയുമായിരുന്നില്ലേ? ഇതന്നെയല്ലേ പിണറായിസം? ഇതെല്ലാം കൂടിയതല്ലേ പിണറായിസം? ഇപ്പോൾ ഉണ്ണി നിങ്ങൾ നോക്കൂ, അങ്ങനെ അവിടെ കൈകൂപ്പി ഇരുന്ന് ഈ പറയുന്ന അമെൻമെൻറ്റ് പാസ്സാക്കി സഭയിലേക്ക് വിടാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങിയപ്പോൾ ജനം തിരിഞ്ഞു, മലയോര മേഖല കർഷകർ തിരിഞ്ഞു, ക്രൈസ്തവ സമൂഹം തിരിഞ്ഞു, കേരളം ഒന്നായിട്ട് തിരിഞ്ഞു. എന്നിട്ട് എന്താ റോഷി ചെയ്തത്? റോഷി എല്ലാവരെയും കൂടി കൂട്ടി ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമല്ല മുഖ്യമന്ത്രിയുടെ അടുത്ത്. ഈ പറയുന്ന മുഴുവൻ നേതാക്കളെയും MLA-മാരെയും മതാധ്യക്ഷന്മാരെയും എല്ലാം കൂടെ പോട്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നു. മുഖ്യമന്ത്രി ഈ ബില്ല് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? എന്നിട്ട് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തോ? ഉറപ്പ് കൊടുത്തില്ലല്ലോ, നോക്കാം. അപ്പം ഇതാണ് പിണറായിസം. ഒപ്പം നിൽക്കുന്ന മന്ത്രിക്ക് പോലും അഭിപ്രായ പ്രകടനം ഈ പറയുന്ന ക്യാബിനറ്റിൽ പോലും നടത്താനുള്ള അവകാശമില്ലായ്മ. ഇതെല്ലാം കൂട്ടി ദിസ് ഈസ് വാട്ട് ഈസ് പിണറായിസം.